നമുക്ക് റിലേസിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ അത്ര ടേംസ് അതിൻ്റെ ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കൊരു പ്രോപ്പർലി ഏതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷൻസ് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ റിലേസ് ഉണ്ടാവും. ഓവർ കറണ്ട്, ഇതിപ്പോൾ ഇൻവേഴ്സ് ഡെഫിനിറ്റ് മീൻ ടൈം റിലേ, ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ IDMT ഓവർ കറണ്ട് റിലേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലതരം റിലേസും അതിൻ്റെ പലതരം ഗ്രാഫ് ഞാൻ ഓൾറെഡി മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ മെയിൻ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്റ്റീവ് പർപ്പസിനാണല്ലോ നമ്മൾ റിലേസ് ഉപയോഗിക്കുന്നത്, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടേംസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം ഇത് മനസ്സിലാക്കിയാലാണ് നമ്മൾ റിലേ എങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 4 മെയിൻ ടേംസ് ഉള്ളത് പിക്കപ്പ് കറണ്ട്, കറണ്ട് സെറ്റിങ്ങും, പിന്നെ PSM പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയറും, പിന്നെ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ 4 സാധനങ്ങളാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പിക്കപ്പ് കറണ്ട്, കറണ്ട് സെറ്റിങ്, പിന്നെ ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം ആക്ച്വലി നമ്മുടെ റിലേസിലേക്ക് എവിടെ നിന്നാണ് സപ്ലൈ വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓക്സിലറി സപ്ലൈ കൊടുക്കുന്നത് കൂടാതെ റിലേക്കുള്ള സിഗ്നൽ സപ്ലൈ ചെയ്യുന്നത്, അതായത് പ്രൊട്ടക്ഷന് വേണ്ടി റിലേ വയ്ക്കുമ്പോൾ ആ റിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ അതിന് സർട്ടൈൻ പാരാമീറ്റേഴ്സ് കിട്ടണം. അതായത് കറണ്ട്, വോൾട്ടേജ് മുതലായ സാധനങ്ങൾ. ഇപ്പോൾ കറണ്ട് റിലേസിനൊക്കെ കൂടുതലും കറണ്ടാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ CTs യൂസ് ചെയ്യും. അപ്പോൾ ആ CT ആണ് ഇതിലേക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നത്. അതായത് ഒരു ഓവർ കറണ്ട് വന്നാൽ അത് മെഷർ ചെയ്തിട്ട് മോനെ ഇവിടെ ഓവർ കറണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാധനം പുള്ളിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, CT ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ CTയുടെ സെക്കൻഡറി സൈഡാണ് നമ്മുടെ റിലേയിലേക്ക് കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിലേക്ക് എപ്പോഴും ബന്ധമുള്ള സെക്കൻഡറി സൈഡായിട്ടുള്ള കറണ്ടായിട്ടാണ്. അപ്പോൾ ഇതിലെ സെറ്റിങ്സ് എല്ലാം റിലേറ്റീവ് ടു സെക്കൻഡറി കറണ്ടായിട്ടായിരിക്കും പറയുന്നത്. പ്രൈമറി കറണ്ടായിട്ട് ബന്ധമുണ്ടാവില്ല. കാരണം പ്രൈമറി കറണ്ട് ചിലപ്പോൾ 1000 10,000 ആംപിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡറി സൈഡിലേക്ക് അത് നമ്മൾ കണ്ടു CT റേഷ്യോ bar5 bar10, അതായത് സെക്കൻഡറി സൈഡിൽ എപ്പോഴും 10 ആംപിയറോ അല്ലെങ്കിൽ 5 ആംപിയറോ അല്ലെങ്കിൽ 1 ആംപിയറോ ഒക്കെ ആയിരിക്കും വരുന്നത്. അത് കൺവേർഷൻ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അങ്ങനെയാണ്. അപ്പോൾ പിക്കപ്പ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേനെ ഓപ്പറേഷനിലേക്ക് ആക്കുക. അതായത് ആ റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മോഡിലേക്ക് ആക്കുന്നു. റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും വരുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മോഡിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിങ് കറണ്ട് അല്ലെങ്കിൽ മിനിമം കറണ്ടാണ് ഈ പറഞ്ഞ പിക്കപ്പ് കറണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഓപ്പറേറ്റിംഗ് കറണ്ടിൻ്റെ 125% ആണ് ഇത് സെറ്റ് ചെയ്യാറുള്ളത്. 120% എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഓപ്പറേറ്റിംഗ് കറണ്ട് എത്രയാണോ അത് ഇൻറ്റു 1.25 ചെയ്തിട്ട് ആ ഒരു കറണ്ടിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു റേഷ്യോ ആയിട്ടാണ് നമ്മൾ ഈ കറണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്കപ്പ് കറണ്ടിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളൊരു സാധനം കൂടി, പിക്കപ്പ് 4 ടേംസ് ഞാൻ പറഞ്ഞു. പിക്കപ്പ് കറണ്ട്, കറണ്ട് സെറ്റിംഗ് പറഞ്ഞു. അപ്പോൾ പിക്കപ്പ് കറണ്ടിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമാണ് കറണ്ട് സെറ്റിംഗ്. അപ്പോൾ പിക്കപ്പ് കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറി സൈഡിലെ റേറ്റഡ് കറണ്ടാണ് നമ്മുടെ ഇൻറ്റു 100% ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് കറണ്ട് സെറ്റിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കറണ്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഓവർ കറണ്ട് റിലേ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഈ പറഞ്ഞ 1.25 ടൈംസ് ഓഫ് ദ കറണ്ട് അല്ലെങ്കിൽ 120% ഓഫ് ദ റേറ്റഡ് കറണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് ചെയ്യിക്കണം എന്നുള്ളത് വിചാരിക്കുക. നമ്മൾ 100 bar 5 CT അല്ലെങ്കിൽ 100 bar 1 CT എന്തെങ്കിലുമാണ് ഉപയോഗിക്കണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അതായത് സെക്കൻഡറി സൈഡിൽ വരുന്ന കറണ്ട് എന്തായിരിക്കും? അപ്പോൾ 100 bar 1 ആണെങ്കിൽ 1 ആംപിയർ ആയിരിക്കും നമ്മുടെ സെക്കൻഡറി സൈഡിൽ വരുന്നത്. അതായത് പ്രൈമറി സൈഡ്, അതായത് ഒറിജിനൽ CT മെഷർ ചെയ്യുന്ന ആ ഒരു കേബിളിലോ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടറിലോ 100 ആംപിയർ വരുമ്പോൾ അതേപടി കൺവേർട്ട് ചെയ്ത് 1 ആംപിയർ ആക്കിയിട്ട് അതായിരിക്കും നമ്മുടെ റിലേയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിലേ 1 ആംപിയർ ആണ് റേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നോർമൽ പിക്കപ്പ് കറണ്ട് റിലേ 1 ആംപിയർ ആണ്. അതായത് CTയുടെ റേഷ്യോ ഞാനിപ്പോൾ പറഞ്ഞ 100 bar 1 അല്ലെങ്കിൽ 1000 bar 1 ആയിക്കോട്ടെ. അപ്പോൾ അതിൽ പ്രൈമറി സൈഡിൽ ഫുൾ കറണ്ട് ഈ പറഞ്ഞ 100 bar 1 ആണെങ്കിൽ ഫുൾ കറണ്ട് വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ്ങിലി സെക്കൻഡറി സൈഡിൽ 1 ആംപിയർ വരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ 1.25 ടൈംസ് അല്ലെങ്കിൽ 1.25 ആംപിയർ വരുമ്പോൾ അത് സ്ട്രിപ്പ് ആവണം എന്നുള്ള
ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണ് അതിൻ്റെ അകത്ത് 1.25 ആമ്പയർ, അതായത് 100 ബാർ 1 CTയിൽ ഒരിക്കലും 1ൽ കൂടുതലുള്ള ഒരു കറണ്ട് വരാൻ പാടില്ല. അപ്പോൾ അത് വരുവാണെങ്കിൽ എന്താണ് അതിന് മീൻ ചെയ്യേണ്ടത്? 100-നേക്കാളും എക്സീഡ് ആയിട്ടുള്ളൊരു വാല്യൂ പ്രൈമറി സൈഡിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് സെക്കൻഡറി സൈഡിലെ കറണ്ട് ആണ് കൂടിയേക്കണമെന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ നമ്മൾ ട്രിപ്പാക്കാൻ വേണ്ടിയുള്ള ഇത് സെറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത്. അതായത് നമ്മൾ റിലേസിലുള്ള നോബ് തിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡിജിറ്റലാണെങ്കിൽ അതിൻ്റെ അകത്ത് കുത്തി നമ്മൾ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് എത്രയിലാണ് കറണ്ട് സെറ്റിംഗ് ഇടേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുക. കറണ്ട് സെറ്റിംഗ് ഈക്വൽ ടു നമുക്ക് വേണ്ട പിക്കപ്പ് കറണ്ട് എത്ര 1.25 ടൈംസ് വരുമ്പോൾ ചെയ്താൽ മതി. ഒറിജിനലി ആ CTയുടെ കറണ്ട് എത്ര, റേറ്റഡ് കറണ്ട് സെക്കൻഡറി സൈഡിലെ കറണ്ട് ആണ്. അപ്പോൾ 1.5 ആണ് നമുക്ക് വേണ്ട, ഏത് ടൈമിലാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും. റേറ്റഡ് കറണ്ട് 1 ആണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ 1.25 1% ചെയ്യുമ്പോൾ 125% നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സെറ്റ് ചെയ്താലാണ് ട്രിപ്പ് ആവുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ കറണ്ട് സെറ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. കറണ്ട് സെറ്റിങ്ങിന് ചിലപ്പോൾ നമ്മൾ കറണ്ട് പ്ലഗ് സെറ്റിംഗ് എന്നുള്ള ഒരു രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ ഒരു എക്സാമ്പിൾ കാണിച്ചത്. പല റിലേയിലും പല രീതിക്കായിരിക്കും നമ്മൾ ഈ കറണ്ട് സെറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് സെറ്റിങ്ങിനെ കറണ്ട് പ്ലഗ് സെറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഓവർ കറണ്ട് ആയിട്ടുള്ള റിലേയിൽ 50% to 200% റേഞ്ച് വരുമ്പോൾ ട്രിപ്പ് ആക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എർത്തിൻ്റെ ഫാൾട്ടൊക്കെ വരുന്ന കേസുകളാണെങ്കിൽ 10 to 70% വരെയുള്ള വരുമ്പോൾ ഉള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറണ്ട് സെറ്റിംഗ്. ഇനി അടുത്ത ഒരു ടേമാണ് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയറാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ട്രിപ്പ് ആകണം എന്നുള്ളൊരു കാര്യമൊക്കെ ശരിക്കും തീരുമാനിക്കാൻ ഉള്ള ഒരു സംഭവം പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയറിലാണ് വരുന്നത്. അപ്പോൾ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. നമുക്ക് റിലേയിലെ ഫാൾട്ട് കറണ്ട് എത്ര വരും എന്നുള്ളതും അത് ഡിവൈഡ് ബൈ പിക്കപ്പ് കറണ്ട് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റേഷ്യോ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു നല്ലൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്കൊരു CT ഉണ്ട്. ആ CTയുടെ റേഷ്യോ ആണ് എഴുതിയിരിക്കുന്നത് 200/1 ആണ്. അപ്പോൾ അതിൻ്റെ കറണ്ട് നമ്മൾ 150%-ൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ പിക്കപ്പ് കറണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. കറണ്ട് സെറ്റിംഗ് ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, കറണ്ട് സെറ്റിംഗ് ഈക്വൽ ടു പിക്കപ്പ് കറണ്ട് ബൈ റേറ്റഡ് സെക്കൻഡറി കറണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പിക്കപ്പ് കറണ്ട് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കറണ്ട് സെറ്റിംഗ് ഏതാണെന്ന് വെച്ചാൽ 2 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ പിക്കപ്പ് കറണ്ടാണ് ഇവിടെ തന്നേക്കുന്നത്, അറിയാത്ത ക്വാണ്ടിറ്റി പിക്കപ്പ് കറണ്ട്. അപ്പോൾ പിക്കപ്പ് കറണ്ട് ഈക്വൽ ടു എന്താ പറയുക, കറണ്ട് സെറ്റിംഗ് ഇൻറ്റു റേറ്റഡ് സെക്കൻഡറി CT ആണ് വരുന്നത്. അപ്പോൾ ആ ഫോമുല അതിൽ ജസ്റ്റ് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫാൾട്ട് കറണ്ട് ഇൻ റിലേ കോയിൽ എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫാൾട്ട് കറണ്ട് എത്ര വരാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ സപ്പോസ് അതിൻ്റെ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഫാൾട്ട് ലെവൽ ഇപ്പോൾ ഈ കേസിൽ സപ്പോസ്, അല്ലെങ്കിൽ ഫാൾട്ട് കറണ്ട് ഇനിഷ്യലി 1000 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാൾട്ട് കറണ്ട് ഒരു കേബിളിൽ കൂടി ഒഴുകുന്നു. അപ്പോൾ CT അത് മെഷർ ചെയ്യുന്നു. അപ്പോൾ 1000-ന് നമ്മൾ കറസ്പോണ്ടിങ്ങിലി ഇതിലായിട്ട് നമ്മുടെ CTയുടെ റേഷ്യോ കാരണം സെക്കൻഡറി സൈഡിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു വാല്യൂക്കും വരുന്നത്. അതായത് നമ്മൾ നേരത്തെ 200/1 എന്ന് പറഞ്ഞൊരു CT എന്താ സംഭവിക്കുക, 200 ആംപിയർ ഫ്ലോ ചെയ്താൽ എന്ത് കാണിക്കും, 1 ആംപിയർ എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ 1 ആംപിയർ ഒന്നും കാണിക്കുന്നതല്ല, 1 ആംപിയർ സെക്കൻഡറി സൈഡിൽ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് 400 ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും, അത് സെക്കൻഡറി സൈഡ് 2 കൺവേർട്ട് ചെയ്യും. അങ്ങനെ 1000 ഫ്ലോ ചെയ്താൽ അത് 5 കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഫാൾട്ട് കറണ്ട് ഇൻറ്റു 1/20 എന്ന് പറഞ്ഞാൽ CT 1/200 എന്ന് പറഞ്ഞാൽ CT റേഷ്യോ ആണ് അതിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. 200/1 CT ഉപയോഗിച്ച് കഴിഞ്ഞാൽ 200 പ്രൈമറി സൈഡിൽ വന്നാൽ 1 ആംപിയർ സെക്കൻഡറി സൈഡിൽ പോകും. 400 വന്നു കഴിഞ്ഞാൽ 2 ആംപിയർ സെക്കൻഡറി സൈഡിൽ പോകും. 600 വന്നാൽ 3 ആംപിയർ സെക്കൻഡറി സൈഡിൽ പോകും. 800 വന്നാൽ 4 ആംപിയർ സെക്കൻഡറി സൈഡിൽ പോകും. അങ്ങനെ ഓരോന്നും നമുക്ക് ഈ 1000 വന്നു കഴിഞ്ഞാൽ 5 ആംപിയർ സെക്കൻഡറി സൈഡിൽ പോകുമെന്നുള്ളൊരു കാര്യം നമുക്കതിൽ മനസ്സിലായി. ഇനി നമ്മൾ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഫാൾട്ട് കറണ്ട് റിലേ എത്ര നമുക്ക് കിട്ടി 5 ആംപിയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അത് ഡിവൈഡഡ് ബൈ പിക്കപ്പ് കറണ്ട്. അപ്പോൾ പിക്കപ്പ് കറണ്ട് നേരത്തെ കണ്ടുപിടിച്ചു 1.5 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3.33 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഈ ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയർ വെച്ച് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇതിൻ്റെ നോബ് നമ്മൾ തിരിച്ചു വയ്ക്കാൻ പോകുന്നത് ഈ പറഞ്ഞ വാല്യൂയിലേക്ക്. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഈ നോബ് നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 1, 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞത് ഈ ലെഫ്റ്റിലുള്ള ഐ ഗ്രേറ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് സെറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം കൂടിയുണ്ട്, ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ. ഇതിലെന്താ പറയുന്നത്, എത്ര ടൈമിൽ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആണ് ഈ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയറിൽ കൂടുതലും നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടൈമും മെയിൻലി 2 കാര്യങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതായത് ഹൗ ലോങ് ദ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽ ബൈ ദ മൂവിങ് പാർട്സ് ഓഫ് ദ റിലേ ഫ്രം ക്ലോസിങ് റിലേ കോണ്ടാക്ട്സ്. അപ്പോൾ ഈ റിലേസിൻ്റെ അകത്തുള്ള കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്യാൻ എത്ര നേരം എടുക്കും, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ള ഇതാണ്. പിന്നെ അത് എത്ര ഫാസ്റ്റിൽ മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയറിന് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ റിലേൻ്റെ അകത്ത് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, ഈ കോണ്ടാക്ട്സ് മെക്കാനിക്കലായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസോ അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള മൈക്രോ പ്രോസസർ ബേസ്ഡോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ആ ഒരു വാല്യൂ, ഇപ്പം മെക്കാനിക്കൽ റിലേഷനാണെങ്കിൽ ആ കോണ്ടാക്ട്സ് തമ്മിലുള്ള ബന്ധം വരുത്താനുള്ള ടൈം നമ്മൾ ഡിലേ ചെയ്യുകയോ അല്ലെങ്കിൽ ടൈം കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം സാധാരണ 0 to 1 hour റേഞ്ചൊക്കെ ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ കണ്ടോ ടൈം മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ടോ 1 വരെയാണ് ഇതിൻ്റെ അകത്ത് വാല്യൂ കൊടുത്തേക്കുന്നത്. 0 to 1 വരെയാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയറും ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയറും തമ്മിലൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ആക്ച്വലി ആ ഗ്രാഫാണ് നമ്മൾ നേരത്തെ കണ്ട ഇൻവേഴ്സ് കർവ്, IDMT കർവ് എന്നൊക്കെ പറഞ്ഞ പല കർവായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയറും പിന്നെ അതിൻ്റെ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ അതിൻ്റെ ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈം പാർട്ടും വൈ ആക്സിസിൽ ടൈം പാർട്ട്, എക്സ് ആക്സിസിൽ ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയറിൻ്റെ ഫ്ലക്സ് സെറ്റിംഗ് പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് ഗ്രാഫ് വെച്ച് ചെയ്യണമെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു 0.2 MVയുടെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് ലെവൽ 0.4 kV ആണ്, അതായത് 400 വോൾട്ട്. 0.4 × 1000 എന്ന് പറയുമ്പോൾ 400 വോൾട്ട്. 0.2 MV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ലെങ്കിൽ 200 kV എന്നുള്ളൊരു സംഭവമാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ് 2000 അല്ലെങ്കിൽ 200 kVA അല്ലെങ്കിൽ 0.2 MVA വാട്ടവർ, അത് എല്ലാം സെയിം തന്നെയാണ്. 200 kVA ബൈ 0.4 × 1.7 √3 മൾട്ടിപ്ലൈ ആണ്, അതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആംപിയർ കിട്ടി. അപ്പോൾ നമ്മൾ 289 എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സൈസ് യൂസ് ചെയ്യാൻ ഒരു 300/5 ആംപിയറിൻ്റെ CTU, 400/5 ആംപിയറിൻ്റെ CTU വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ 3യും സർക്യൂട്ട് ബ്രേക്കർ 2ൻ്റെ അവിടെയുള്ള കേസാണ് എൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ ഡ്രോയിങ് മനസ്സിലാത്തവർക്ക് ഇതൊരു ഗ്രിഡിൽ നിന്ന് വരുന്നു. ഗ്രിഡിൻ്റെ അവിടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, കേബിളുണ്ട്, എൻ്റെ ഒരു ബസ്സിലേക്ക് കയറുന്നു, ഒരു ബസ് ബാറിൽ കയറുന്നു. ആ ബസ് ബാറിൽ സർക്യൂട്ട് ബ്രേക്കർ 2 ഉണ്ട്, ആ കേബിളിലുണ്ട്, ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് സർക്യൂട്ട് ബ്രേക്കർ 3 ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കർ 2 ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും എത്രേൻ്റെ CT വേണമെന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിലൊഴുകാൻ പോകുന്ന കറണ്ട് 400 amps ആണെന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ 289 amps 300 അടുത്തുള്ളൊരു കറണ്ടാണ് ഫ്ലോ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ 400/5 CT എടുത്തത് കുറച്ച് കൂടുതലാണ്. 300/5 എടുത്താലും നമുക്ക് തൽക്കാലം അതിൽ പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. എന്തോ അതിൽ കൂടി ഇടുന്നു. ഇനി ഓരോന്നിൻ്റെ ഫ്ലക്സ് സെറ്റ് മൾട്ടിപ്ലയർ ചെയ്യുന്നതാണ്
ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ 2, ഈ കാണുന്ന സർക്യൂട്ട് ബ്രേക്കർ 2-ന് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ 0.75 ആണ് ഇടുന്നത്. അതായത് 0.75 ഇടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 0.75 ആവുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് 300 ആമ്പിയറായിരിക്കും അവിടെ കിട്ടുന്നത്. അതായത് നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കുക, ഈ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ 1 വയ്ക്കുകയാണെങ്കിൽ എന്താ ഫുൾ ആമ്പിയർ വരും. അതായത് ഇവിടെ 400 വരികയാണെങ്കിൽ അത് 400 തന്നെ അതിൻ്റെ അകത്ത് കാണിക്കും. അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ 3-യുടെ സെറ്റിംഗ് 1 മീൻസ് 400 ആമ്പിയറിലാണ് അതിൻ്റെ ട്രിപ്പിംഗ് ആക്ഷൻ. സർക്യൂട്ട് ബ്രേക്കർ 2-ൻ്റെ 300 ആമ്പിയറിലാണ്. അതാണ് എൻ്റെ അത് ഗ്രിഡിൽ നിന്ന് വരുന്ന ഇത് സർക്യൂട്ട് ബ്രേക്കർ 3-ക്കാണ് കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്. അതിനാണ് കാരണം അതെല്ലാം ലോഡ് കൊടുക്കുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറാണ്. സർക്യൂട്ട് ബ്രേക്കർ 2 എന്ന് പറഞ്ഞാൽ ബോട്ടം ലെവലിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതൊരു ലോഡിനെയും ഫീഡ് ചെയ്യണം, 0.2 MVA ലോഡിന് ഫീഡ് ചെയ്യും. അപ്പോൾ ആ ലോഡിന് വേണ്ടത്രയുള്ള ഒരു പ്ലഗ് സെറ്റിംഗ് മതി. അതായത് അവിടുത്തെ ലോഡ് ഈ അറൗണ്ട് വരാൻ പോകുന്നത് നമുക്കറിയാമല്ലോ, 289 ആണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരു 300 ആമ്പിയർ 289 എന്ന് പറഞ്ഞ ഡെഡ് ഇതിൽ കൊടുക്കേണ്ട, ഒരു 300 ആമ്പിയറിൽ വരുന്നുള്ള രീതിയിലാണ് 0.75 സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഫാൾട്ട് കറണ്ട് വരുമ്പോഴുള്ള കേസാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 3000 ആമ്പിയറാണ് ഫാൾട്ട് കറണ്ട് വരുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ 3 0.1 സെക്കൻഡിൽ ട്രിപ്പ് ആണെന്ന് കരുതുക. അപ്പോൾ അത് ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൽ ഒരിക്കലും സപ്ലൈ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം മെയിൻ ട്രിപ്പായി, മെയിനിൽ നിന്ന് കേബിൾ, അതായത് ഇവിടെ മെയിനിൽ നിന്ന് കേബിൾ വഴി ബസ് ബാർ എന്നിട്ടാണ് ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ 2 വഴി ലോഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യം ട്രിപ്പ് ആവേണ്ടത് സർക്യൂട്ട് ബ്രേക്കർ 2 ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം ട്രിപ്പ് ആവേണ്ടത്. കാരണം ആ ലോഡിന് എന്തെങ്കിലും വിഷയം വരുമ്പോഴാണ് ട്രിപ്പ് ആകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിലേ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ നമ്മൾ CB3 എന്ന് പറഞ്ഞാൽ അതായത് മെയിൻ ഇതിൻ്റെ സെറ്റിങ് നമ്മൾ കുറച്ച് കയറ്റി വെക്കണം. കാരണം ആദ്യം ഫാൾട്ട് വരാൻ സാധ്യതയുള്ള ഇപ്പോഴും ലോഡിലാണ്. അപ്പോൾ ലോഡിൻ്റെ ഇത് കാരണം ട്രിപ്പ് ആവേണ്ടത് ശരിക്കും പറഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ 2 ആണ്. അല്ലാണ്ട് ഒന്നിച്ച് ട്രിപ്പ് ആവരുത്. സർക്യൂട്ട് ബ്രേക്കർ 3 ഒരിക്കലും ട്രിപ്പ് ആവരുത്. സർക്യൂട്ട് ബ്രേക്കർ 2 തന്നെ ട്രിപ്പ് ആവണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സെറ്റിംഗ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഫാൾട്ട് കറണ്ട് 3000 ആമ്പിയറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ 3 ഒരു കുറച്ച് ഡിലേ എടുത്തിട്ട് വേണം ട്രിപ്പ് ആവാൻ. ആ ഡിലേ കൊടുക്കണ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഫാൾട്ട് അപ്പോഴത്തേക്കും ക്ലിയർ ആവുകയാണെങ്കിൽ വെറുതെ ട്രിപ്പ് ആവേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഫോൾട്ട് അഥവാ ക്ലിയർ ആയെങ്കിൽ ഈ CB2 എന്ന് പറഞ്ഞ സാധനം ട്രിപ്പ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കുറച്ച് ഡിലേ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലയർ 0.2 വെച്ച് കൊടുത്തു. സർക്യൂട്ട് ബ്രേക്കർ 2-ന് 0.2 വെച്ച് കൊടുത്തു. എന്നിട്ട് മുകളിലത്തെ കുറച്ചും കൂടി ടൈം എടുത്ത് ട്രിപ്പ് ആവുന്ന രീതിയിൽ 0.3 ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കറണ്ട് സെറ്റിംഗ് മൾട്ടിപ്ലയർ ഓഫ് CB2 എന്താണെന്ന് ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. 0.75 വെച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് 3.75 ആമ്പിയർ വന്നാൽ മതി. അപ്പോൾ തന്നെ ട്രിപ്പ് ആവും. കാരണം CB2 അതിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വരയ്ക്കൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ സോഫ്റ്റ്വെയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നോർമൽ ഇൻവേഴ്സ് കർവിൽ വരുന്നൊരു എക്സാമ്പിളാണ് ഇതുവഴി പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ 2-ന് ഒരു 0.6 സെക്കൻഡ്സൊക്കെ കിട്ടും. മറ്റേ അതിൻ്റെ മുകളിലുള്ള സർക്യൂട്ട് ബ്രേക്കർ 3-ക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു 0.1 സെക്കൻഡെങ്കിലും കൂടുതൽ നമ്മൾ വച്ച് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് നേരത്തെ മുകളിൽ പറഞ്ഞത്. CB3 ടു ട്രിപ്പ് 0.1 ലേറ്റർ ദാൻ CB2 എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കണ കാണാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സാധനം, എങ്കിലും അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കുക. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്നാണ് ടൈം സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിലേ ആണ്. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ ആണ് ഇതിലാണ്
ട്രിപ്പ് ആവേണ്ട, ഏതാണ് മാക്സിമം കറണ്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ഇത് മോണിറ്റർ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ് ഈ പിക്കപ്പ് കറണ്ട്. അതനുസരിച്ച് കറണ്ട് സെറ്റിങ്ങും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പരിപാടി. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി. അപ്പോൾ സെറ്റ് പിക്കപ്പ് കറണ്ട് ബേസ്ഡ് ഓൺ അലൗ ഓവർലോഡ് കറണ്ടിൻ്റെ പ്രൈമറി കൺവേർട്ടർ സെക്കൻഡറി ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പിക്കപ്പ് കറണ്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ദ ഫാൾട്ട് കറണ്ട് അലൗഡ്. ഇതിൽ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻ വരും. എന്നിട്ട് അതിൽ ഫാൾട്ട് കറണ്ട് എത്ര വരും എന്നുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ, ഫാൾട്ട് കറണ്ടിൻ്റെ ടു സെക്കൻഡ് കറണ്ട് റേഷ്യോ ആണ് PSM കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കണ്ടിരുന്നു. അടുത്ത് റിലേ ആക്ടിവേഷൻ ടൈം എത്ര വേണം, അതായത് ടൈം സെറ്റിംഗ് എത്ര വേണം എന്നുള്ളൊരു ഇതാണ് നോക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ്, ഈ ഓവർ കറണ്ടിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ സെറ്റ് ചെയ്യുന്നത്. ഇതേപോലത്തെ നേരത്തെ കണ്ട പോലത്തെ ഗ്രാഫുണ്ട്. അപ്പോൾ പല ഗ്രാഫുകളുണ്ട്. വെരി ഇൻവേഴ്സ്, നോർമൽ ഇൻവേഴ്സ്, എക്സ്ട്രീം ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് ഗ്രാഫുണ്ട്. അപ്പോൾ അത് നമ്മൾ റിലേയിൽ മൈക്രോ പ്രോസസ്സറിന് പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി. അവൻ ഈ ഗ്രാഫ് പോലെ വർക്ക് ചെയ്തോളും. നമ്മൾ ഈ ഗ്രാഫൊന്നും വരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു റിലേ സെറ്റപ്പിൻ്റെ പരിപാടി. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.